നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കല്ലിന്റെ പ്രതിമയിൽ ചൈതന്യം ആവാഹിച്ച് ജീവൻ കൊടുക്കാൻ കഴിയുമെങ്കിൽ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും ഈ സന്യാസിമാർക്കും ഈ പാതിരിമാർക്കും ഒക്കെ കഴിയണം. അങ്ങനെയല്ലേ വേണ്ടത്? ഇങ്ങനെയുള്ള ഒരു നാട്ടിൽ ഏതാണ്ട് കോടിക്കണക്കിന് ദൈവങ്ങൾ വാഴുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ദൈവങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യ ദൈവങ്ങൾ വാഴുന്ന ഈ നാട്ടിൽ എന്താണ് ഓരോ ദിവസങ്ങൾ കഴിയും തോറും നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ഭ്രാന്താലയമാണോ എന്ന് ചോദിച്ചാൽ അതല്ല. വർഗീയതയുടെ പേരിൽ പള്ളി നിന്നിടത്ത് പള്ളി പൊളിച്ച് അമ്പലം പണിയുന്നു, അമ്പലം നിൽക്കുന്നിടത്ത് അത് പൊളിച്ചു മറ്റെന്തെങ്കിലും കണ്ടെത്തുന്നു, വീണ്ടും വീണ്ടും കേസുകൾ കൊടുക്കുന്നു. പാകിസ്ഥാനിലെ ഇടയ്ക്ക് ഒരു വലിയ വാർത്തയുണ്ടായിരുന്നല്ലോ. ആസിയ എന്ന് പറയുന്ന സ്ത്രീ ദൈവനിന്ദ കാണിച്ചതിന് അവരെ ജയിലിലടച്ചു. അവരെ കൊല്ലണം, അതാണ് വേണ്ടത്. ഇമ്രാൻഖാൻ പോലും അവർക്ക് പ്രതികൂലമായി നിന്നയാളാണ്. അങ്ങനെ നിന്നപ്പോ ഈ ആസിഫയെ അവസാനം കോടതി വെറുതെ വിട്ടു, ജയിൽ മോചിതയാക്കി. ഈ ജയിൽ മോചിതയാക്കിയപ്പോ അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളാണ് പാകിസ്ഥാനിൽ നടന്നത്. അത് പാകിസ്ഥാന്റെ കഥയാണെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നാൽ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും കാണും തോറും സത്യത്തിൽ നമുക്ക് ചിരിക്കാനാണോ തോന്നുന്നത്, അതോ സങ്കടപ്പെടാനാണോ, അതോ ഇവിടെ ഇങ്ങനെയൊക്കെ ആകുന്നതിൽ നമ്മളുടെ തല മരവിച്ചു പോയോ എന്ന് വേണം കരുതാൻ. ഇവിടെ സാമൂഹിക സുരക്ഷയ്ക്കോ ജനങ്ങളുടെ ഉന്നമനത്തിനോ അല്ലെങ്കിൽ ദാരിദ്ര്യം മാറ്റാനോ ഒന്നുമല്ല അവർക്ക് ആർക്കും താല്പര്യം. എല്ലാവരുടെയും താല്പര്യം ഇവിടെ എത്രത്തോളം ദൈവങ്ങളുണ്ടെന്നും ഇവിടെ ജനങ്ങളുടെ ദാരിദ്ര്യം മാറ്റാനോ ജനങ്ങളുടെ ഉന്നമനത്തിനോ ഒന്നും ഭരണാധികാരികൾക്ക് സമയമില്ല. രാമക്ഷേത്രം പണിതപ്പോ രാമക്ഷേത്രം പണിയാനെടുത്ത സ്ഥലത്തിന്റെ ഉടമസ്ഥരായിരുന്ന ഒരുപാട് ഗ്രാമവാസികളുണ്ട്. ഈ ഗ്രാമവാസികൾ മുഴുവൻ ഇപ്പോൾ ബഹളം വെക്കുന്നു. ശ്രീരാമന് താമസിക്കാൻ സ്ഥലമുണ്ട്, അമ്പലത്തിൽ തൊഴാൻ ആൾക്കാർക്ക് വരാം, പക്ഷേ ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഇടമില്ല. ആയിരക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ വിലപിച്ചുകൊണ്ട് ഇന്ന് അയോധ്യയിലുള്ളത്. ഇവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ എന്ത് നടപടിയാണ് എടുത്തിരിക്കുന്നത്? അതുകൂടാതെ ഇവിടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, പെട്രോളിന്റെ വിലക്കയറ്റം, അങ്ങ് രാവണന്റെ ശ്രീലങ്കയിൽ 51 രൂപ പെട്രോൾ ഉള്ളപ്പോൾ സീതയുടെ നേപ്പാളിൽ 53 രൂപ, രാമന്റെ ഇന്ത്യയിലാണെങ്കിൽ 110 രൂപ. എങ്ങനെയുണ്ട്? അയൽ രാജ്യങ്ങളാണ്. ഇന്ത്യയെ ആശ്രയിച്ച് കഴിയുന്ന 2 രാജ്യങ്ങളാണ് നേപ്പാളും ശ്രീലങ്കയും. അവിടെ 51ഉം 53ഉം രൂപയുടെ മൂല്യം വെച്ച് നോക്കിയാൽ വീണ്ടും താഴും. ഇന്ത്യയിലാണെങ്കിൽ 110 രൂപ കൊടുക്കണം പെട്രോളിന്. ഇതാണ് ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ. എന്നിട്ടും അധികാരികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. രാഷ്ട്രീയക്കാരൻ ഓരോ നിമിഷം തോറും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ദൈവത്തിന്റെ പേരുകൾ മാത്രം, അമ്പലങ്ങളുടെയും പള്ളികളുടെയും എണ്ണങ്ങൾ മാത്രം. പറഞ്ഞു തീരാത്തത്ര ദൈവങ്ങളെ തോളിലേറ്റി അവർ ആഘോഷിക്കുന്നു. ആർക്കു വേണ്ടിയാണ് ഈ ആഘോഷം എന്നുള്ളത് ഈ ഭരണാധികാരികൾ ഒന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ജനത്തിനു വേണ്ടിയാണോ? മണ്ടന്മാരായ വിദ്യാഭ്യാസമില്ലാത്ത കുറെ ജന്തുക്കൾ ഇതിന്റെ പുറകെ കൊടി പിടിച്ച് നടക്കും, അല്ലെങ്കിൽ ഇതൊരാഘോഷമാക്കി നടക്കും. അവർക്ക് ആഘോഷം മതി. ഇങ്ങ് കേരളത്തിലാണെങ്കിൽ പോലും കാസർഗോഡ് നിന്നും ഏതാണ്ട് കന്യാകുമാരി വരെ യാത്ര ചെയ്താൽ ഓരോ ദിവസവും ഇപ്പോൾ ഉത്സവങ്ങളുടെ സീസണാണല്ലോ. പള്ളിയിൽ ഉത്സവം, അമ്പലങ്ങളിൽ ഉത്സവം, അതുകൂടാഞ്ഞിട്ട് നേർച്ചകൾ, നേർച്ചക്കുറ്റികൾ തുടങ്ങി എവിടെ നോക്കിയാലും ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇന്ത്യ ഇനിയും മുന്നോട്ട് വരാൻ ഒരുപാട് കാലം പിടിക്കും. കാരണം ഇങ്ങനെയുള്ള ഈ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ കുറേയെങ്കിലും മാറ്റി നിർത്തിയില്ലെങ്കിൽ വലിയ പാടാ ഇതൊന്ന് കരകയറാൻ. നെതർലൻഡ്സിലാണെങ്കിൽ പള്ളികൾ പോലുമില്ല. ഉള്ള പള്ളികളൊക്കെ അവിടെ കുറഞ്ഞു വരുന്നു. ആളുകൾക്ക് പള്ളിയിൽ പോവാൻ താല്പര്യമില്ല. യൂറോപ്പിലെ മറ്റെല്ലാ സ്ഥലങ്ങളിലും അതേപോലെ തന്നെ. ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ ചില പള്ളിക്കാർ അവിടെ ബാർ നടത്തുന്നു എന്ന് പറഞ്ഞാൽ നാളെ എന്നെ തൂക്കിലേറ്റാൻ നടക്കേണ്ട,
സത്യസന്ധമായി ഉള്ള കാര്യമാണ്. എന്താണെങ്കിലും ദൈവത്തിൽ വിശ്വസിച്ചോളൂ. ആയിരക്കണക്കിന് ദൈവങ്ങളെ തോളിലേറ്റി രാഷ്ട്രീയക്കാരൻ്റെ വാചകമടിയിൽ ദൈവത്തിന് വേണ്ടി വെട്ടിക്കൊലയ്ക്കും വെടിവെപ്പിനും ഒക്കെ നടക്കുന്ന ഒരു ജനതയാണ് വാർത്തെടുക്കാൻ ഉദ്ദേശമെങ്കിൽ അത് രാജ്യത്തിന് ഒരുപാട് ദോഷം ചെയ്യും എന്ന് ഓർമ്മിപ്പിക്കട്ടെ.